ഏറ്റവും വേദനാജനകമായ വാർത്തയിലാണ് ഇന്ന് സംഭവിച്ചത്. തുടങ്ങുന്നത് കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ ഫോറസ്റ്റ് വാച്ചർ പോൾ അല്പസമയം മുൻപ് മരണമടഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് 3:25 പോളിന്റെ മരണം സംഭവിച്ചത്. നേരത്തെ മാനന്തവാടിയിൽ നിന്ന് അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഗുരുതരമായി കാട്ടാന ആക്രമണത്തിൽ പരുക്കേറ്റിരുന്നു. പോളിന് നട്ടെല്ലിനും വാരിയെല്ലിനും പരുക്കേറ്റിരുന്നു. ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു. തുടർന്ന് അല്പസമയം മുൻപ് മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, ആദ്യം ഇതിൽ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. വളരെ പെട്ടെന്ന് മാനന്തവാടിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ അദ്ദേഹത്തെ മാറ്റിയിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത്ര ഗുരുതരമായ പരുക്കുണ്ടായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഡോക്ടേഴ്സ് പറയുന്നത് എന്താണ്? ഇന്ന് രാവിലെയാണ് കുറുവ ദ്വീപിൽ കാട്ടാന ആക്രമണം പോളിന് നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ മരണമാണ് അല്പസമയം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചത്. ഗുരുതരമായി അദ്ദേഹത്തിന് പരുക്കേറ്റിരുന്നു. ഫോറസ്റ്റ് വാച്ചറാണ്. മാനന്തവാടിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയായിരുന്നു. എന്നാൽ നട്ടെല്ലിനും വാരിയെല്ലിനും ഗുരുതരമായി പരുക്കേറ്റ പോൾ, ഒപ്പം ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അല്പസമയം മുൻപാണ് മരണമടഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ മരണവാർത്തയാണിത്. ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെയാൾ എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. മിഥില ബാലനുണ്ട് വിവരങ്ങളുമായി. മിഥില, ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന് അതിഗുരുതരമായ പരുക്കുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലേക്കാണ്. ഒരു തരത്തിലും അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എന്താണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്? അനുജ, 3:25 പോളിന്റെ മരണം സംഭവിച്ചത്. പോൾ മരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചത്. 2:55 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. 12:15 മാനന്തവാടിയിൽ നിന്നും ഇങ്ങോട്ട് പ്രത്യേക ആംബുലൻസിൽ പോളിനെയും കൊണ്ടുള്ള സംഘം എത്തിയത്. പോലീസിന്റെ അകമ്പടിയോടെയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടിയായിരുന്നു വയനാട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെയും വനംവകുപ്പിൻ്റെ ഭാഗത്തുമൊക്കെ ഉണ്ടായത്. അത് പ്രകാരം 11:15 തന്നെ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പോളിനെ ഇങ്ങോട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നുണ്ട്. അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന ഒരു നിർദ്ദേശം കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ ഇവിടെ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ഈ ആശുപത്രിയിലെ എല്ലാ വിഭാഗം വകുപ്പ് ഡോക്ടർമാരും കാഷ്വാലിറ്റിയിൽ പോളിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത്യാഹിത വിഭാഗത്തിലുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരുക്ക് ഗുരുതരമായിരുന്നു. ആന്തരിക രക്തസ്രാവം വലിയ തോതിലുണ്ടായിരുന്നു. ആന്തരിക രക്തസ്രാവം തന്നെയാണ് ഇത്തരത്തിലൊരു മരണത്തിൽ കലാശിച്ചത് എന്നാണ് ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇന്ന് രാവിലെ 9:30 ഈ ഒരു പോളിനെ കാട്ടാന ആക്രമിക്കുകയും തുടർന്ന് മാനന്തവാടി ആശുപത്രിയിൽ ആദ്യം പ്രാഥമിക ചികിത്സ നൽകി. പിന്നീടാണ് കൂടുതൽ ചികിത്സയ്ക്കായി ആന്തരിക രക്തസ്രാവം കൂടിയതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. ആദ്യം എയർ ആംബുലൻസ് വഴി എത്തിക്കാനായിരുന്നു ഒരു ശ്രമം നടത്തിയത്. എന്നാൽ അത് നടക്കാത്ത സാഹചര്യത്തിലാണ് പ്രത്യേക ആംബുലൻസിൽ പോലീസിന്റെ അകമ്പടിയോടെ അല്ലെങ്കിൽ പോലീസിന്റെ എസ്കോർട്ടോടുകൂടി അതിവേഗത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ദാരുണമായ ഒരു സംഭവം തന്നെയാണ് നടന്നത്. അനുജ, ഇപ്പോൾ ഈ ആശുപത്രിയിൽ നമുക്ക് അവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഇവിടെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് നമുക്കറിയാം. ഈ മേഖലയിലൊക്കെ വന്യജീവി ശല്യം അത് രൂക്ഷമാണ് എന്ന തരത്തിലേക്കാണോ പ്രദേശവാസികളുടെ പ്രതികരണം? മിഥില. അനുജ, തീർച്ചയായും നമുക്കറിയാം വയനാട്ടിലെ ഒരു സാഹചര്യം നമുക്കറിയാം. ഇതിപ്പോൾ അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രദേശവാസികളെല്ലാം തന്നെ കടുത്ത ആശങ്കയിലും അവരുടെ ഒരു ദേഷ്യവുമെല്ലാം അല്ലെങ്കിൽ പ്രതിഷേധമെല്ലാം അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൻ്റെ മുൻവശമാണ്. ഇവിടെ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും തന്നെ പോളിനെ ഇങ്ങോട്ട് എത്തിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നാളെ അവിടെ വയനാട്ടിൽ UDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം
ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ വയനാട്ടിൽ കണ്ടതാണ്. അടിക്കടി ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ എന്നത് ഒരു പ്രദേശത്തെ ഒന്നാകെ ഭയാശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു പ്രതിഷേധമാണ് അവിടെ പ്രദേശവാസികളുടെ ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായത്. ഇവിടെ ആശുപത്രിയിൽ പോളിൻ്റെ കുടുംബം ഉണ്ടായിരുന്നാൽ അവരെ ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്കായി 7 മണിയോടെ വയനാട്ടിൽ നിന്നുള്ള സംഘം ഇങ്ങോട്ട് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം നാളെ രാവിലെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ എന്തു തന്നെയായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്, വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ പോളിനെ ഇവിടെ എത്തിക്കുന്ന സമയത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആന്തരിക രക്തസ്രാവം അതികഠിനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആ ആന്തരിക രക്തസ്രാവം തന്നെയാണ് മരണകാരണം എന്നാണ് നമുക്കിപ്പോൾ ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്ര കണ്ട് ഗുരുതരമായിരുന്നു പോളിനേറ്റ പരുക്ക്. അനുജ. മിഥില തുടരുക. ഞാൻ തിരികെ എത്താം. സുർജിത്ത് അയ്യപ്പത്ത് കൂടിയുണ്ട്. സുർജിത്ത്, ഇപ്പോൾ ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് രണ്ടാമത്തെ മരണം വയനാട്ടിൽ സംഭവിക്കുന്നത്. അതും ആനയുടെ ആക്രമണത്തിലുള്ള മരണം എന്നുള്ളത് ഏറെ വേദനാജനകവും കൂടിയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഒരു വാച്ചറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറുവ ദ്വീപിൽ മധ്യവയസ്കനായിരുന്നു. അദ്ദേഹം ജോലിക്ക് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ജനങ്ങളുടെ പ്രതിഷേധം എങ്ങനെയാണ് അവിടെ? നാളെ UDF ഇതിനോടകം തന്നെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ് അവരുടെ പ്രതികരണം? അനുജ, ഈ സംഭവം ഉണ്ടായതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ചികിത്സ വൈകിയെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കളക്ടറേറ്റിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തി. ഇതിനിടയിലാണ് ഈ മരണവാർത്ത പുറത്തു വരുന്നത്. എന്തായാലും ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ കാട്ടാന ആക്രമണത്തിലുള്ള മരണം സംഭവിച്ചിരിക്കുന്നു വയനാട്ടിൽ എന്നുള്ളത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. എന്തായാലും ഈ അവസ്ഥയിൽ കനത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ദുരന്ത വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത്. ഇദ്ദേഹം വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. ഈ വനസംരക്ഷണ സമിതിയുടെ കീഴിൽ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശമാണ് കുറുവ ദ്വീപ്. ഈ കുറുവ ദ്വീപിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അദ്ദേഹം രാവിലെ തന്നെ 5 ദിവസമായി ജോലിക്ക് പോയിട്ട്, പ്രത്യേകിച്ച് കുറുവ ദ്വീപ് അടച്ചു കിടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ടൂറിസ്റ്റുകളൊന്നും പ്രവേശിപ്പിക്കുന്നില്ല. അവരെ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഈ കുറുവ ദ്വീപിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിലേക്ക് എത്തുകയും അവിടെ നിന്ന് വാഹനങ്ങൾ തിരിച്ചുവിടുകയുമായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാന എത്തുകയും ആക്രമണം നടത്തുകയും ചെയ്ത് കാട്ടാന നേരെ ഇദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വാരിയലിനാണ് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റത്. ആദ്യഘട്ടത്തിൽ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള തരത്തിൽ പുറത്ത് കാര്യമായ പരിക്കുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വാരിയൽ ഒടിഞ്ഞതും അതുപോലെ നട്ടെല്ലിന് ക്ഷതമേറ്റതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിനുശേഷം വിശദമായ പരിശോധന നടത്തി CT സ്കാനിങ്ങിൽ ഈ ഇന്റേണൽ ബ്ലീഡിങ്, അതായത് ആന്തരിക രക്തസ്രാവം ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം വന്നു. ആ ആന്തരിക രക്തസ്രാവം കൂടുതലായ ഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ വേഗം തന്നെ ഇവിടെ നിന്നും ഈ ആശുപത്രിയിൽ ഒരു പ്രാഥമിക ചികിത്സ എന്നുള്ള നിലയ്ക്ക് ചെറിയൊരു ശസ്ത്രക്രിയ നടത്തി. അതിനുശേഷം വേഗത്തിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനമുണ്ടാകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എയർ ആംബുലൻസ് എന്നുള്ള നിലയ്ക്ക് ഹെലികോപ്റ്റർ കോയമ്പത്തൂരിൽ നിന്നും എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇദ്ദേഹത്തെ ഇവിടെ നിന്നും റോഡ് മാർഗം കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും പിന്നീട് റോഡ് മാർഗം കൊണ്ടുപോവുകയും ചെയ്തത്. ഇതിനുശേഷമാണ് ഈ ഹെലികോപ്റ്റർ എത്താൻ വൈകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ഉയരുന്നത്. എന്തായാലും ഇതിനുശേഷം അദ്ദേഹത്തെ വേഗം തന്നെ റോഡെല്ലാം ക്ലിയർ ചെയ്ത് ഇദ്ദേഹത്തെ വേഗം കൊണ്ടുപോവുകയായിരുന്നു ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ മരണം സംഭവിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ദുരന്തം. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ കാട്ടാനാക്രമണത്തിലുള്ള മരണം വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അതീവ ദുഃഖകരമായ വസ്തുതയാണ്. എന്തായാലും വലിയ അളവിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇത് മാറാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. UDF നാളെ ഈ ജില്ലയിൽ, വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കനത്ത രീതിയിലുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്, ഈ കുറുവ ദ്വീപിനടുത്ത് പാക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. എന്തായാലും ഈ വലിയ ദുരന്തം തന്നെ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നു. ഒരു മോഴയാന, ബേലൂർ മക്കന എന്നു പേരുള്ള മോഴയാന വലിയ ഭീതി വയനാട്ടിലെ പല ഭാഗങ്ങളിലും സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ ആണ് ഈ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നത്. മറ്റൊരു കാട്ടാന ആക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത്. കടുവയായും പുലിയായും കാട്ടാനയായും പന്നിയായും എല്ലാം തന്നെ ജനങ്ങളുടെ ജീവിതം വലിയ ദുരിതത്തിലേക്ക് വയനാടൻ ജനത മാറുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു മരണം കൂടി ആവർത്തിച്ചിരിക്കുന്നത്. അത് ഒരാഴ്ചക്കിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ മരണമാണ്.
പ്രതിഷേധം ഉയരുക തന്നെ ചെയ്യും സ്വാഭാവികമായും. പക്ഷേ വനം വകുപ്പിനെ സംബന്ധിച്ചും അവർ ഏറെ ദിവസമായി മോഴയാനയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. അവരെ സംബന്ധിച്ചും പ്രതിസന്ധിയുണ്ട്. അത്രയ്ക്കധികം മാൻ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് വനമേഖലയിൽ നടക്കുന്നത്. പക്ഷേ ഈ ആനയെ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിലും മയക്കുവെടി വെക്കാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ വലിയൊരു ദുരന്തമുഖത്തെ ഇവരും അഭിമുഖീകരിക്കുന്ന ഘട്ടമുണ്ട്. എന്തായാലും ഈ ഒരു മരണം കൂടിയാവുമ്പോൾ, പോളിൻ്റെ മരണം കൂടിയാവുമ്പോൾ പ്രതിഷേധത്തിന് തന്നെ സാധ്യത കാണുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അനുജ, സുർജിത്ത് തുടരുക. ഇന്ന് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടൽ നടത്തിയിരുന്നു. വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന് സമഗ്ര നയം വേണം എന്നതാണ് ഹൈക്കോടതി പറഞ്ഞത്. വിഷയം പഠിക്കാൻ ആമിക്കസ് ക്യൂറിയെ നിയമിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നിപ്പോൾ കോടതിയുടെ ഇടപെടലുണ്ടായി. അത് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകണം എന്നതാണോ കോടതി ആവശ്യപ്പെട്ടത്? ഈ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് കോടതിയുടെ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് കോടതി ഈ വിഷയത്തിൽ കർശന നിലപാടെടുത്തത്. ഈ കാട്ടുപന്നിയെ അതിൻ്റെ അതിക്രമത്തിൽ നിന്നും സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ട ഒരു ഹർജി കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. അത് പരിഗണിക്കുമ്പോഴാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് ഇതിൽ സമഗ്രമായ നിയമം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് കോടതി ഇന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഇതിനായി ഒരു അമിക്കസ് ക്യൂറിയെ കൂടി കോടതി നിയോഗിച്ചിട്ടുണ്ട്. അമിക്കസ് ക്യൂറിയാണ് ഈ വിഷയത്തിൽ പഠനം നടത്തി കോടതിക്ക് വേണ്ടി ആളുകളിൽ നിന്നും വിവരശേഖരണം നടത്തി അത് കോടതിയെ അറിയിക്കേണ്ടത്. ശേഷം ഈ ഹർജി ഇനി പരിഗണനയ്ക്ക് വരുമ്പോൾ കോടതി ആ വിഷയത്തിൽ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം നൽകാനുണ്ടെങ്കിൽ അത് നൽകുകയും ചെയ്യും. എന്തായാലും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് കർശനമായ നിലപാടാണ്. സമഗ്രമായ നിയമം ഈ വിഷയത്തിൽ കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെടുന്നത്. അതാണ് വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന് സമഗ്ര നയം വേണം, വിഷയം പഠിക്കാനൊരു ആമിക്കസ് ക്യൂറിയെ നിയമിക്കണം എന്നതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്ന് നിർദ്ദേശം നൽകിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ഈ ദുഃഖവാർത്ത കൂടി വയനാട്ടിൽ നിന്ന് വരുന്നത്. വയനാട്ടിൽ നിന്ന് തന്നെ ഏതാനും ദിവസങ്ങൾക്കിടെ ഇത് രണ്ടാമത്തെ മരണമാണ് ആക്രമണത്തിൽ സംഭവിക്കുന്ന ആനയുടെ ആക്രമണത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. ഈ പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിവിധ മേഖലകളിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ ബേലൂർ മഖ്ന ദൗത്യം അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അത് ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവിടെയും പ്രദേശവാസികളുടെ പ്രതിഷേധം. അതിനിടെയാണ് കുറുവ ദ്വീപിൽ നിന്ന് ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത വന്നത്. ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ചവിട്ട് ഏറ്റ് പോളിന് ഗുരുതരമായി പരുക്കേറ്റത്. വനം വകുപ്പ് താൽക്കാലിക ജീവനക്കാരനാണ്, വാച്ചറാണ് അദ്ദേഹം. കാട്ടാനയുടെ മുന്നിൽ പെടുകയായിരുന്നു. അദ്ദേഹത്തിന് ഈ ആക്രമണത്തിൽ തുടക്കത്തിൽ പരുക്ക് ഗുരുതരമല്ല എന്ന തരത്തിലേക്ക് റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. വാരിയെല്ലിനും നട്ടെല്ലിനും പരുക്കേറ്റു, ആന്തരിക രക്തസ്രാവമുണ്ട്. തുടർന്നാണ് അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അതിവേഗം എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 3:25 അദ്ദേഹത്തിൻ്റെ മരണം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, പൊതുവെ ഈ മേഖലയിൽ കുറുവ ദ്വീപിലുമൊക്കെ ഇത്തരത്തിലേക്ക് വന്യമൃഗശല്യം രൂക്ഷമാണ് എന്നതാണോ നാട്ടുകാർ പറയുന്നത്? ഇദ്ദേഹം ജോലിക്ക് പോവുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ പെടുകയായിരുന്നു. ഓടുമ്പോൾ പിറകെ വന്ന കാട്ടാനയുടെ ആക്രമണത്തിൽ ഇദ്ദേഹം ഗുരുതരമായി പരുക്കേറ്റു എന്ന തരത്തിലേക്കാണത്. ഇദ്ദേഹം തന്നെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ കണ്ടത്. ഏതായാലും എന്താണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഈ വന്യമൃഗശല്യത്തെക്കുറിച്ച് പറയാനുള്ളത്? ഏറെ നാളുകളായി വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ മേഖല അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുറുവ ദ്വീപ് കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഈ കാട്ടാനയും അതോടൊപ്പം തന്നെ പല വന്യമൃഗങ്ങളും ഇറങ്ങി വരുന്നത്. ഏതാനും ദിവസം മുമ്പ് ഒരു കരടി ഇറങ്ങി വന്നതും അത് മാനന്തവാടി, എടവക, വെള്ളമുണ്ട, പനമരം മേഖലകളിലെല്ലാം തന്നെ ഭീതി പരത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറാനുമുള്ള കാരണം ഈ കുറുവ ദ്വീപാണ്. ഈ വനമേഖല എന്ന് പറയുന്നത് ഈ വയനാട് വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വന്യജീവികൾ പുറത്തിറങ്ങാനുള്ള സാധ്യതയുള്ള പ്രദേശമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഈ മേഖലയിലേക്ക് ഇപ്പോൾ വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കാത്തത്. ഇത് കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൂറിസം മേഖലയാണ്. കബനി നദിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ് ഈ കുറുവ ദ്വീപ് എന്ന് പറയുന്നത്. അവിടെ ടൂറിസം മേഖല, ടൂറിസത്തിന് വേണ്ടി ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ മായ ആളുകളെ പ്രവേശിപ്പിക്കുക എന്ന രീതിയില്ലായിരുന്നു. അതിന് കാരണം ഈ വന്യമൃഗശല്യം തന്നെയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അവധി പ്രഖ്യാപിച്ച ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആളുകൾ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവരെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം രാവിലെ എത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക്
ലഭ്യമാവുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രാവിലെ എത്തിയപ്പോൾ ഈ കാട്ടാന വന്ന് ആക്രമിക്കുകയായിരുന്നു. രാവിലെ 9:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാവിലെ അദ്ദേഹം എത്തിയതിനെ തുടർന്ന് ഇങ്ങനെ വാഹനങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടി എത്തിയതാണ്. 9:30 കൂടി കാട്ടാന വരികയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് ആളുകൾ എത്തിച്ചു. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചത്. വാരിയല് തകർന്നു. ഒപ്പം തന്നെ ശരീരത്തിൽ അകത്ത് നട്ടെല്ലിന് ക്ഷതമേറ്റു. ആന്തരിക രക്തസ്രാവം CT സ്കാനിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് അമിത രക്തസ്രാവമാണ്, ഒരു അപകട നിലയാണെന്ന് കണ്ടുകൊണ്ട് മൈനർ സർജറി ആശുപത്രി നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് വേഗത്തിൽ തന്നെ അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമം ഉണ്ടായത്. അത് മന്ത്രി തന്നെ വ്യക്തമാക്കിയത് ഹെലികോപ്റ്റർ മാർഗം ഇദ്ദേഹത്തെ എത്തിക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷേ ഹെലികോപ്റ്റർ എത്താൻ വൈകി. കോയമ്പത്തൂരിൽ നിന്നുമാണ് ഹെലികോപ്റ്റർ എത്തിയതിന് തൊട്ട് മുൻപായി, അതായത് ഏതാണ്ട് ഒരു 15 മിനിറ്റോളം ഹെലികോപ്റ്റർ വൈകി. അതിന് പിന്നാലെ ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തിയതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ വേഗത്തിൽ തന്നെ ഈ ICU ആംബുലൻസിൽ, അതായത് പ്രത്യേകം സജ്ജീകരിച്ച ICU ആംബുലൻസിൽ ഇവിടെ നിന്നും നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് ഇന്ന് വൈകിട്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ മരണ വാർത്ത സ്ഥിരീകരിക്കുന്നത്. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് വലിയ ദുരന്തം. ഒരാഴ്ചക്കിടെ ആക്രമണത്തിൽ രണ്ടാമത്തെ മരണം. അതെ, അത് തന്നെയാണ് ഏറ്റവും വേദനാജനകവും. ഒരാഴ്ചക്കിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ മരണം ആനയുടെ ആക്രമണത്തിൽ എന്നുള്ളതാണ്. നാളെ വയനാട്ടിൽ UDF ഹർത്താൽ ആഹ്വാനം ചെയ്യുകയും ചെയ്തു.